സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് പിക്ചർ. അപ്പോൾ മാസങ്ങൾക്ക് ശേഷമല്ല മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് പ്ലേ ഒന്നുമല്ല, പക്ഷേ ലെറ്റ്സ് പ്ലേ എന്ന് കണക്ക് കൂട്ടാം. മറ്റേതുപോലെ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതും. അതായത് കുറച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞ് നിർത്താനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ആദ്യം ഉണ്ട് അവിടെ മരം പോയി പറ്റിയിട്ട് ബേസിക്കായിട്ട് കുറച്ച് ടൂൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാക്കാം. കുഞ്ഞനാട് നിപ്പണ്ടി പെട്ടെന്ന് വളരും, നമുക്ക് ചാവാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പ്ലാങ്ക് ഉണ്ടാക്കാം ആദ്യം. ഓക്കെ, പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം, ഒരു 8 എണ്ണം ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കിയുള്ള പ്ലാങ്ക് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോൺ വെച്ചുള്ള എല്ലാ ടൂൾസും ഉണ്ടാക്കി. ബാക്കിയെല്ലാം മേളിൽ പോട്ടെ. ആൻഡ് പിക്കാക്സ് ഇവിടെ വരട്ടെ. ഇതെങ്കിലും എടുത്തേക്കാം. ആൻഡ് ഇവിടെ ഒരു ഷീപ്പ് നിൽപ്പുണ്ട്. നമുക്ക് എത്രയും വേഗം ബെഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു ബോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബോൾ നോക്കി നമ്മൾ അയൺ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ഈ അയൺ ഇങ്ങെടുത്തേക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഷീൽഡും അതേപോലെ ഒരു ബക്കറ്റും അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, 4 അയൺ കിട്ടി. ഇവിടെ കോളും ഉണ്ട്. ഓക്കെ, നമുക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നത്. അണ്ണന്മാർ വരുന്നുണ്ട്. എത്രയും വേഗം നമ്മൾ ഇത് എടുത്തില്ലെങ്കിൽ അടി കിട്ടും. ഇപ്പം അടി കിട്ടും. യെസ്, കിട്ടി. നമ്മൾ സേഫായി സ്കൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ബോൾ കിട്ടി. ഒരു ബോളും കൂടെ കിട്ടി നമുക്ക് ബെഡ് ഉണ്ടാക്കാമായിരുന്നു. കുറച്ച് കോളുണ്ട്, നമുക്ക് ആ കോള് ഇങ്ങെടുത്തേക്കാം. അവിടെ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കൊണ്ട് അവിടെ ഒരു വെള്ളാടുണ്ട്. അപ്പോൾ അവനെ നമുക്ക് കൊന്നേക്കാം. എടുത്തു. നമുക്ക് എത്രയും വേഗം ഒരു ഫർണസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 23 എണ്ണം ആയിട്ടുണ്ട്. നമുക്ക് എത്രയും വേഗം ഒരു ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യും. ഓക്കെ, ഒരു ഫർണസ് വരും. ഒരു ഫർണസ് ഇവിടെ ഇരിക്കും. നമ്മുടെ കയ്യിലിപ്പം 5 മട്ടനുണ്ട് ആൻഡ് 20 കോളുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം വുഡ് വെച്ച് കൊടുക്കുകയാണ്. 20 എങ്കിൽ 20 ടോർച്ച് വരട്ടെ. ഓക്കെ, ബാക്കി 15 കോൾ അപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹങ്കർ അങ്ങ് ഫുള്ളായി. അത് കൂടെ കുക്കാവട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. രാത്രി ആവുന്നുണ്ട്. പറഞ്ഞ പോലെ നമ്മൾ ബെഡ് ഉണ്ടാക്കിയില്ല അല്ലേ. 4 വുഡുണ്ട്. 4 വുഡ് വെച്ചിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം ആദ്യം. ഓക്കെ, ബെഡായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ടോർച്ച് ഇവിടെ ഇരിക്കട്ടെ. അത് കിടന്നുറങ്ങാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. പ്ലോട്ട് പോകാം. ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. ഇവിടെ നിൽക്കുന്നതാണ് സേഫ്. പക്ഷെ നമ്മൾ സേഫ് സോൺ പിടിച്ച് നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോകണം. അപ്പോൾ ഈ സൈഡ് ഇച്ചിരി പ്ലെയിൻ ഏരിയ ആണ്. ഇവിടെ വില്ലേജ് കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കുറച്ച് കോള ഇവിടെ ഇരിപ്പുണ്ട്. ബട്ട് ഇപ്പം നമുക്ക് അത്യാവശ്യം കോള ഉള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അയൺ ഉണ്ടെങ്കിൽ എടുക്കാമായിരുന്നു. ഓക്കെ, ഇത് നല്ലൊരു സീഡ് തന്നെയാണ്. ആൻഡ് ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ നിൽപ്പുണ്ട്. നമുക്കത് എടുത്തേക്കാം. പേപ്പർ ഉണ്ടാക്കാൻ മാത്രമല്ല വേറെ എന്തൊക്കെ ആവശ്യം എന്നെ കൊണ്ടുണ്ട്. പംകിൻ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു പംകിൻ ഉള്ളിടത്ത് ഈ പറയുന്ന വില്ലേജ് കാണാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പംകിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. പക്ഷേ എനിക്കൊന്ന് പംകിൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്നത്. എടുത്തേക്കാം കുറച്ച്. ഇവിടെ വലിയൊരു കേവ് ഉണ്ട് കേട്ടോ. കേവ് അല്ല, ഇതിന് കേവ് എന്നല്ല പറയുന്നത്. ഇതിന് വേറെ എന്തോ ആണ് പറയുന്നത്. അവിടെ അയണുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് ഫുള്ള് അയണ. എൻ്റെ അവിടെ മാത്രമല്ല അവിടെ അയണുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടാണ്. ഇച്ചിരി ആഴമുള്ള സ്ഥലമാണ്. അവിടും അയണുണ്ട്. നമുക്ക് എടുക്കണം. കണ്ടസ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു. പതിയെപ്പാ, ചാടിക്കൊടുക്കരുത് ദൈവത്തെ ഓർത്ത്. അതുകൊണ്ട് അവിടും അത് ഗോൾഡാന്ന് തോന്നുന്നു. പതിയെ അങ്ങോട്ടേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഇവിടെ സ്പൈഡറിനെ നമ്മൾ പേടിക്കണം. സ്പൈഡർമാൻ ചാടി വരുന്ന പോലെ അത് വരും. ഓക്കെ, നമുക്ക് ഇച്ചിരി നമ്മളിവിടെ നിന്ന് സൂക്ഷിച്ച് മുറിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം താഴെ പോമേ. ശബാഷ്, ചത്ത്. ചത്തു
ചത്തു. ആൻഡ് ഫൈനലി നമ്മൾ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ബട്ട് എനിക്ക് പോകാനുള്ള വഴി അറിയാം അങ്ങോട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എത്രയും വേഗം അങ്ങോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മുടെ സാധനം എല്ലാം ഡീസ്പോൺ ആവും. ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, തുടങ്ങിയപ്പോൾ തന്നെ ചാവുന്ന മോശമാണ്. ബട്ട് നമ്മൾ ചത്തു. ഇങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഷിഫ്റ്റ് നിൽക്കില്ല. അല്ല, എൻ്റെ സാധനങ്ങൾ അവിടെ സേഫായി കിടപ്പും. ഞാൻ വീണ്ടും ചാവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ വീണ്ടും ചത്തു. യെസ്, ഇപ്പം ചാവും. ഇവിടെ ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെ. മിക്കവാറും നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഡേഞ്ചറാണ്. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. എൻ്റെ ഹേർട്ടൊന്ന് കൂടട്ടെ. എന്നെ വെയിറ്റ് ചെയ്തെന്താ, നമ്മുടെ ഫുള്ള് ഹേർട്ടായി. നമുക്കൊരൊറ്റ ഓട്ടം വെക്കാം. റെഡി സ്റ്റഡി ഗോ. ഓടിക്കോ. പൊട്ടന്മാരെന്നെ കണ്ടില്ല. ചാടിപ്പാ. ഓ, ഒരടി കൊണ്ട് പകുതി പോയി. ബട്ട് നമ്മൾ തളരരുത്, നമ്മൾ ഓടുക. യെസ്. ഇവിടെ എൻ്റെ സാധനങ്ങളുണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ വീണിരിക്കുന്നു. ആൻഡ് ഇവിടെ എൻ്റെ സാധനങ്ങളുണ്ട്. ഓടിയെടുത്തോ അല്ലെങ്കിൽ പണി കിട്ടും. ആൻഡ് നമ്മൾ എത്രയും വേഗം മേളോട്ട് പോവുക. ഇപ്പോഴത്തെ ഗോളെന്ന് പറഞ്ഞാൽ വില്ലേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വില്ലേജ് കണ്ടുപിടിച്ചാൽ സേഫല്ല, എന്നാലും സേഫാണ്. യെസ്, ആഫ്റ്റർ കുറച്ച് നേരം നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അവിടെ ആയിട്ട് വില്ലേജ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടോട്ട് ലോങ് ടൈം അല്ല, കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ വില്ലേജിലെത്തിയിരിക്കുകയാണ്. റീസ്പോൺ പോയിന്റ് സെറ്റായി. ഹലോ, ഇതൊരു വൃത്തി. ഇവിടെ കുറച്ച് അയണുണ്ട് കേട്ടോ. ഒരു നല്ല അടിപൊളി ഷീഡാന്ന് തോന്നുന്നു, കാരണം നോക്കുന്നിടത്തെല്ലാം അയണുണ്ട്. ആൻഡ് കേവ് ഉണ്ട്. ആ കേവിൽ ഇതിനെ ഇഷ്ടം പോലെ അയണുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇറഗുലറായിട്ട് കിടക്കുന്ന വില്ലേജാണെന്ന് തോന്നുന്നു, കാരണം ഇവിടാണ് ഒരു വീടെങ്കിൽ അവിടാണ് അടുത്ത വീട്. ഇവന്മാരെങ്ങനെ പോകുന്നു എന്നാണ്. ഇവന്മാരിവിടെ പെട്ട് കിടക്കുമെന്ന് തോന്നുന്നു. ക്യാരറ്റ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് അങ്ങ് എടുത്തേക്കാം. അവന്മാർ കഷ്ടപ്പെട്ട് നട്ടയല്ല നമ്മളെടുത്തിരിക്കും. യെസ്, അത് നമ്മളിങ്ങനെ എടുത്തു. ഇതവിടെ ഇരിക്കട്ടെ. ഉണ്ട്, ഇതങ്ങ് എടുത്തേക്കാം. ആൻഡ് ഇതിൻ്റെ ഇപ്പുറത്ത് വീറ്റുണ്ട്, ഇതും എടുത്തേക്കാം. വീറ്റ് വെച്ചിട്ട് നമുക്ക് ടൈം ചെയ്യാം. എന്തിനാ, ഹോഴ്സിനെ ടൈം ചെയ്യാം. അത് മാത്രമല്ല ബ്രെഡ് ഉണ്ടാക്കാം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അവിടെ വീണ്ടും കുറേ വീറ്റുണ്ട്, അത് നമുക്ക് എടുത്തേക്കാം. വില്ലേജ് കണ്ടപ്പോൾ വലുതായി അങ്ങ് പ്രതീക്ഷിച്ചു. ഓക്കെ, നമ്മുടെ പ്രതീക്ഷ കറക്റ്റാന്ന് തോന്നുന്നു. ഇവിടെ വീണ്ടും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഗോൾഡ് സ്മിത്ത്. ഇവിടെ എന്തായാലും ജസ്റ്റ് ഉണ്ട്. എൻ്റെ മോനെ നല്ലതാണ്. അപ്പം 3 ഈ സാധനം ഞാൻ പുത്തൻ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഇത് ഞാൻ എടുക്കാം. ഇതെവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ എടുക്കാം. ഇതെവിടെ ഇരിക്കട്ടെ. ഇവിടെ ഓൾറെഡി സാഡിലുണ്ട്. അപ്പോൾ നമ്മുടെ വീറ്റുള്ള സ്ഥിതിക്ക് നമുക്കൊരു ഹോഴ്സിനെ ടൈം ചെയ്യാം. ഇത് നമുക്ക് എടുത്തിട്ടേക്കാം. ആൻഡ് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം. എൻ്റെ കയ്യിൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ഫർണസ് ഉണ്ട്. ഫർണസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതാണല്ലോ, മറന്നു. എന്നിട്ട് ഒരു ഷീൽഡും ഒരു ബക്കറ്റും ഉണ്ടാക്കി, പിന്നെ ബാക്കിയുള്ളതും വെച്ച് പറ്റുവാണെങ്കിൽ ഷീൽഡും പൊട്ടെ അയൺ ആർമറും ഉണ്ടാക്കാം. തുരുക്കാനായിട്ട് നമ്മുടെ 14 കോളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആൻഡ് ഈ സാധനം ഇതെന്താണ്, ഓക്കെ, ഇത് ഇങ്ങനെ കണ്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു മോബിനെ കണ്ടറിയാമായിരുന്നു, പൂച്ച. ഇങ്ങനെ പോകണം. അത് പണ്ടത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ അമ്പും വില്ലും കൊണ്ട് പോകണമുണ്ട്. ആൻഡ് അവിടെ ആയിട്ട് നമ്മുടെ അയങ്കോളം ഓടി നടപ്പുണ്ട്. ഇവിടെ മിക്കവാറും വല്ലതും കാണും. യെസ്, വീണ്ടും സെയിം സാധനം. ആൻഡ് സെയിം സാധനം. അതെന്താ അങ്ങനെ?
ഇവിടെ ഒന്നും കാണത്തില്ല. യെസ്, അവിടെ ഒന്നുമില്ല. ഇവിടെ അവിടെ മിക്കവാറൊന്നും കാണാൻ വഴിയില്ല. അതിൻ്റെ അടി കുറച്ച് അങ്ങോട്ടേക്ക് ഞാനിനി ഇറങ്ങുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു കാര്യവും ചെയ്യണ്ട. ഇനി ഞാൻ ബക്കറ്റ് ഉണ്ടാക്കി വെള്ളം എടുക്കണമെങ്കിൽ അങ്ങ് പോകണം. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ചുമ്മാ ഇറങ്ങി. ഇവിടെ ഒന്നും ഇറങ്ങേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ അയൻകോളം നിൽപ്പുണ്ട്. ഞാൻ ഇപ്പോൾ അയൻകോളത്തിനെ കൊല്ലുന്നില്ല. നമ്മളൊന്ന് സ്റ്റേബിൾ ആവട്ടെ. ബേസൊക്കെ ഒന്ന് വേണത് വില്ലേജസിനെയൊക്കെ ഒന്ന് പൂട്ടിയിട്ടിട്ട് നമുക്ക് എന്താണ് പറയുന്നത്, അയൻകോളത്തിനെ കൊല്ലാം. ഒരു കാര്യം പറ്റുമായിരിക്കും. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു പൊട്ടനാണ്. നമ്മൾ ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് വേണം ഇതൊക്കെ നോക്കാനായിട്ട്. എന്നാലല്ലേ വരത്തുള്ളൂ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരിത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യമാണ് നടന്നത്. നമ്മൾ നടക്കുമെന്ന് വിചാരിച്ച ബേസ് ഉണ്ടാക്കുമെന്നാണ്. ബേസ് ഉണ്ടാക്കൽ നടന്നില്ല. പക്ഷെ നമ്മൾ ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്തു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 33 മിനിറ്റായി. ബട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കുറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഈ ഒരു എപ്പിസോഡും അധികം മുമ്പോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കുറച്ച് കളിച്ച് കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും ഒരു ബേസ് പണിയണം. ഇപ്പോൾ തന്നെ ഫുൾ അയൺ ആർമറായി. ഫുൾ അയൺ ആർമറായി. പിന്നെ അത്യാവശ്യം ഫുഡ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പറ്റുവാണെങ്കിൽ ഒരു ബേസ് പണിയണം. അപ്പുറത്തുള്ള കേവിൽ ഇഷ്ടംപോലെ അയണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു ബേസ് പണിയണം. ഒരു അയൺ ഫാമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ഒരു എപ്പിസോഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നതിനെക്കാട്ടും നല്ല ചെറുതായി ഇച്ചിരി കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ബൈ.